അന്ന് ഞങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു കാറ് വാങ്ങിയിട്ട് 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള കാറ് വാങ്ങി ആരില്ല. ഹലോ, അന്ന് ഞങ്ങൾ പറയും ഈ ബിസിനസ്സിലൂടെ ഒരുപാട് വരുമാനം കിട്ടിയാലും ഒരുപാട് കാർ അച്ചീവേഴ്സ് ഉണ്ട് നിങ്ങളുടെ കമ്പനി എന്ന് പറയുമ്പോൾ അന്ന് ബോംബെയിലും മഹാരാഷ്ട്രയിലൊക്കെ നടന്ന പ്രോഗ്രാമിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഞങ്ങൾ പറയല് കാർ ലോഞ്ചിങ്ങിന്റെ കാര്യങ്ങൾ, കാർ വാങ്ങിയ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇന്നെന്താ അവസ്ഥ? ഇന്ന് കോഴിക്കോടില്ല, കേരളത്തിലെ ഏത് GTS പോലും നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താ അറിയോ? മൈ ലൈഫിലെ ലീഡേഴ്സിന്റെ കാർ നിർത്താൻ സ്ഥലമില്ല. ശരിയാണോ തെറ്റാണോ? മലപ്പുറത്ത് GTS നടക്കുന്ന സമയത്ത് അവിടെ വ്യാപാര ഭവന്റെ മുന്നിൽ കാറ് വെക്കാൻ സ്ഥലമില്ലായിട്ട് ചുറ്റുപാടുള്ള വ്യാപാരികളൊക്കെ എന്ത് ചെയ്തു? കംപ്ലൈന്റ് കൊടുത്തു. ഇവിടെ പ്രോഗ്രാം നടത്താൻ പറ്റില്ല, ഇവിടെ കാറ് വിറച്ച് വെച്ചിട്ട് കച്ചവടം നടക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്താ അവസ്ഥ. എന്നിട്ട് ഞായറാഴ്ചത്തേക്ക് മാറ്റി. കാരണം ഞായറാഴ്ച കട മതിയാണല്ലോ, അങ്ങനെ നമ്മൾ ഞായറാഴ്ചത്തേക്ക് മാറ്റിയതാ മലപ്പുറം പ്രോഗ്രാം. പണ്ടത്തെ കാര്യമായിരുന്നു, ഇപ്പൊ ബുധനാഴ്ചയാണ്. അപ്പൊ ഇന്ന് ഈ ലെവലിലോട്ട് നമ്മൾ മാറി. അപ്പൊ ഇന്ന് കടന്നു വരുന്ന ഒരാൾക്ക് ആഴ്ചയിൽ 2-10 കിട്ടിയ ആളെ കാണിച്ചു കൊടുക്കാനോ കാർ അച്ചീവറെ കാണിച്ചു കൊടുക്കാനോ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഞങ്ങൾ വന്ന അവസരം അങ്ങനെയല്ല. ഞങ്ങൾ വരുന്ന സമയത്ത് ഇതൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കാർ അച്ചീവേഴ്സിനെ കാണിച്ചു കൊടുക്കാനോ ഒരു സീലിംഗ് അച്ചീവേഴ്സിനെ കാണിച്ചു കൊടുക്കാനോ ഇല്ലാത്ത സമയത്താണ് ഞങ്ങൾ ഈ ബിസിനസ് ആരംഭിച്ചത്. പ്രതികൂലമായ കാലാവസ്ഥ, ഇന്ന് അനുകൂലമായ കാലാവസ്ഥ. അനുകൂലമായ കാലാവസ്ഥ കിട്ടിയിട്ടും വിജയിക്കുന്നില്ലെങ്കിൽ അത് ആരുടെ കുഴപ്പ? ഹലോ, ഉൽപ്പന്നമായിട്ട് നമ്മൾ പോവല്ലോ. ബ്ലഡ് പ്യൂരിഫയറും കഫ്നിലും കവചപ്രാഷും ലിവഗെയിനും വുമൺ കമ്പൈനൊക്കെയായിട്ട് ഞങ്ങൾ ഫീൽഡ് പോകുമ്പോ നാട്ടുകാർ ചോദിക്കുക ഇത് ഉപയോഗിച്ചിട്ട് എന്താ പറയാ, എന്തെങ്കിലും അസുഖം വന്ന ആരുത്തരം പറയും? ഇത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആരാ? എന്ത് ഇപ്പോഴല്ല, 8 കൊല്ലം മുന്നത്തെ അവസ്ഥയാ. ഇന്ന് നിങ്ങൾ യൂട്യൂബ് എടുത്ത് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കി കഴിഞ്ഞാല് നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആയിരക്കണക്കിന് ആൾക്കാരാ. ആണോ അല്ലയോ? ഇന്ന് നമ്മുടെ പ്രൊഡക്റ്റിൽ എല്ലാവർക്കും വിശ്വാസം വന്നോ ഇല്ലയോ? എലമെന്റ്സ് എന്ന് പറയുന്ന ബ്രാൻഡ്, ഓൺ ആൻഡ് ഓൺ എന്ന് പറയുന്ന ബ്രാൻഡില് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിശ്വാസം വന്നോ ഇല്ലയോ? ഇന്ന് നമ്മുടെ ഉൽപ്പന്നം പോസിറ്റീവ് അല്ലേ? പക്ഷെ ഞങ്ങൾ പോകുന്ന സമയത്തെ ഉൽപ്പന്നം ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആളുകളില്ല. പല ആളുകളെ വിട്ടുന്നും നമ്മൾ കഫ്നിലും ബ്ലഡ് പ്യൂരിഫയറും ലിവഗെയിനും കഴിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ട് ഉപയോഗിച്ചോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ ഗതികേട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അങ്ങനത്തെ പ്രശ്നമുണ്ടോ? ഇന്ന് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആയിരക്കണക്കിന് ആളുകളെ കാണിച്ചു കൊടുക്കാൻ നമുക്കില്ലേ? അപ്പൊ അനുകൂലമായ കാലാവസ്ഥയല്ലേ? അനുകൂലമായ കാലാവസ്ഥയിൽ ആഞ്ഞടിക്കണം എന്നാണ് ഞാൻ പഠിച്ചത്. പ്രതികൂലമായ കാലാവസ്ഥയിൽ പതുങ്ങിയിരിക്കുകയും അനുകൂലമായ കാലാവസ്ഥ വരുമ്പോ ആഞ്ഞിറങ്ങിക്കോളണം, ആഞ്ഞ് പ്രവർത്തിച്ചോളണം എന്നാണ് ഞാൻ പഠിച്ചത്.